ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിമണികൾ സ്ഥാപിച്ചിരിക്കുന്ന ഈ മണിമാളിക 1910 നിർമ്മിച്ചതാണ്. 1911 ജർമ്മനിയിലെ ഹാംബർഗിൽ നിന്ന് 30,000 രൂപ വാങ്ങി അത് കപ്പൽ മാർഗമാണ് ഈ പള്ളിയിൽ എത്തിച്ചത്. നിലവിൽ ഇവിടെ 3 മണികളുണ്ട്. ഏറ്റവും വലിയ മണിക്ക് 1660 കിലോയും, രണ്ടാമത്തെ മണിക്ക് 1173 കിലോയും, മൂന്നാമത്തെ മണിക്ക് 710 കിലോയും ഭാരമുണ്ട്. സപ്തസ്വരങ്ങൾ വായിക്കാൻ കഴിവുള്ള ഈ മണികൾ പണ്ടുകാലത്ത് ഈ തടിയിൽ കയറി ചവിട്ടിയാണ് അടിച്ചുകൊണ്ടിരുന്നത്. ഇമ്മാനുവൽ, സെന്റ് മേരി മേജർ, സെന്റ് ജോസഫ് എന്നിങ്ങനെയാണ് ഈ 3 മണികൾക്ക് പേരിട്ടിരിക്കുന്നത്. ഇത് വാങ്ങിയതിൻ്റെ ബില്ലുകളൊക്കെ ഇപ്പോഴും ഈ പള്ളിയിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഈ മണി മുഴക്കുമ്പോൾ ഏകദേശം 5 കിലോമീറ്റർ ചുറ്റളവിൽ ഇതിൻ്റെ ശബ്ദം കേൾക്കുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. 1910 നിർമ്മിച്ച കെട്ടിടമായതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള കാലപ്പഴക്കങ്ങൾ നമുക്കിതിൽ കാണാൻ സാധിക്കും. എന്നാലും ഇപ്പോഴും കരുത്തോടെ തന്നെ നിലനിൽക്കുന്നു. ഇത്രയും ഭാരമുള്ള ഈ മണികളൊക്കെ പണ്ട് കാലത്ത് യാതൊരുവിധ മെഷീനറിയുടെ സഹായമില്ലാതെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നതൊക്കെ വലിയൊരു കാര്യമാണ്. ഈ മണിമാളികയുടെ വാതിലുകളിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റിയ കെട്ടിടത്തിൻ്റെ പഴക്കം. ഇത്തരം കാലപ്പഴക്കം ഉണ്ടെങ്കിൽ യാതൊരുവിധ കോട്ടവും തട്ടാതെ ഈ മണികളൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു. അതും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിമണികളാണ് ഇതെന്നും കൂടി ഓർക്കണം. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നേരെ നിങ്ങൾ കുറുവിലങ്ങാട് പള്ളിയിലേക്ക് ചെന്നാൽ മതി. ആ പള്ളിയിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.